നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കണം വെള്ളം നന്നായിട്ട് കുടിക്കണം, അത് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെള്ളം കുടിക്കുന്നതിനൊരു കൃത്യമായ അളവ് പാലിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഇത് ഹാർട്ടിനെയോ കിഡ്നിയോ ബാധിക്കാം. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വെള്ളം എങ്ങനെയാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധം എന്നുള്ളത് നമുക്കറിയാം. രക്തത്തിന്റെ 50% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് വോള്യം നിലനിർത്താൻ വെള്ളത്തിന്റെ അളവ് കൃത്യമായേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് കൂടുതൽ കട്ടിയാവും, അല്ലെങ്കിൽ ബ്ലഡ് ലൂസാവും. രണ്ടാമതായിട്ട് BP നിലനിർത്തണമെങ്കിൽ വെള്ളം വേണം. അതുകൊണ്ടാണ് വെള്ളം കൂടി കുറഞ്ഞാൽ BP കുറയുന്നത്. മൂന്നാമതായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നിലനിർത്താൻ, അതുപോലെ ഹൃദയത്തിന്റെ പമ്പിങ് കൃത്യതയോടെ നിലനിർത്താനും വെള്ളത്തിന്റെ അളവ് ബാലൻസ്ഡ് ആയേ പറ്റുള്ളൂ. നാലാമതായിട്ട് ശരീരത്തിലെ ലവണങ്ങളായ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം ഇതിന്റെ ഒരു ബാലൻസ് കിട്ടണമെങ്കിലും വെള്ളത്തിന്റെ അളവ് കൃത്യമായിരിക്കണം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് അനുസരിച്ച് ശരീരം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബാലൻസ് നിലനിർത്തും. എന്നാൽ ഹാർട്ടിന്റെ അസുഖമോ കിഡ്നിയുടെ അസുഖമോ ചില പ്രത്യേക മരുന്നുകളോ കഴിക്കുന്നവർക്ക് ഈ ബാലൻസിങ് നടത്താൻ ശരീരത്തിനെ കൊണ്ട് പറ്റൂല. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഒന്നാമത്തേത് ഹാർട്ട് ഫെയിലിയർ ആണ്. ഹൃദയത്തിന്റെ പമ്പിങ് കുറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം ശരീരത്തിൽ കെട്ടിക്കിടക്കാണ്. പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ വെള്ളം അടിഞ്ഞുകൂടി പൾമണറി ഇഡീമ എന്ന് പറയുന്ന ഒരു അപകടകരമായ അവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. അതുപോലെ തന്നെ ഹാർട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് ജോലി എടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും കിഡ്നിന്റെ അസുഖം കൂടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ പറയും വേണ്ട. ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്റെ അളവ് ഹൃദയത്തിന്റെ പമ്പിങ് പെർസെൻറ്റേജിനനുസരിച്ച് എത്രയാണ് വേണ്ടത് എന്നുള്ളത് കാർഡിയോളജിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു തരും. രണ്ടാമത്തെ സാഹചര്യം ഡീഹൈഡ്രേഷൻ ആണ്, നിർജ്ജലീകരണം. ഇത് പലപ്പോഴും പുറംപണി എടുക്കുന്നവർക്ക്, എക്സർസൈസ് കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക്, വളരെയധികം പ്രായമുള്ള വ്യക്തികൾക്ക്, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ സംഭവിക്കാം. നിർജ്ജലീകരണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്തത്തിന്റെ കട്ടി, വിസ്കോസിറ്റി കൂടുകയാണ്, ഹാർട്ടിന് വർക്ക് കൂടുകയാണ്. BP കുറയുന്നത് കാരണം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രക്തധമനികൾ ചിലപ്പോൾ ചുങ്ങിപ്പോവാം. അതിനു പുറമെ ശരീരത്തിലെ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യത്തിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുറംപണി എടുക്കുന്നവരും എക്സർസൈസ് ചെയ്യുന്നവരും കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. മൂന്നാമത്തെ സാഹചര്യം സോഡിയം കുറയുന്ന ഹൈപ്പോനാട്രീമിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇത് കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നവർക്കാണ് ഇത് സംഭവിക്കുക. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വെള്ളം കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ പലരും സോഡിയം കുറഞ്ഞിട്ട് പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാറുണ്ട്. സോഡിയം കുറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കോശങ്ങളിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇതിനാണ് ഓസ്മോസിസ് എന്ന് പറയാം. ഇത് കാരണം കോശങ്ങൾ നീര് വന്ന് വീർക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തലച്ചോറിൽ. ഇതിനെ സെറിബ്രൽ ഇഡീമ എന്ന് പറയും. അതുപോലെ തന്നെ ഹൃദയത്തിൽ മിടിപ്പിൽ താളം തെറ്റിൽ വരാം. പ്രത്യേകിച്ച് പ്രായമായ ആളുകളിലും SIADH എന്ന അസുഖമുള്ളവർക്കും കിഡ്നിയുടെ പ്രശ്നമുള്ളവർക്കും സോഡിയം കുറയുന്നത് സാധാരണയാണ്. നാലാമത്തെ സാഹചര്യം മൂത്രം കൂടുതൽ പോകാനുള്ള ഡയൂററ്റിക് എന്ന് പറയുന്ന മരുന്ന് കൂടുതൽ കഴിക്കുന്നവർക്കാണ്. ഇത് ഹാർട്ടിന്റെ അസുഖമുള്ളവരും കിഡ്നിയുടെ അസുഖമുള്ളവരും സാധാരണയായിട്ട് കഴിക്കുന്ന ഒരു മരുന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ മരുന്നിന്റെ ഫലം വേണ്ട രീതിയിൽ കിട്ടാതെ വരികയാണ്.